നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കരുമാലൂർ വെസ്റ്റ് മണ്ഡല കോൺഗ്രസിന്റെ ജനപക്ഷയാത്ര സമാപന സമ്മേളനം നടന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കരുമാലൂർ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളായി നടന്ന പദയാത്രയുടെ സമാപന സമ്മേളനം മാഞ്ഞാലി മാട്ടുപുറത്ത് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് MLA ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഭാവമുള്ളതായിരിക്കുന്ന അതുപോലെ ഓരോ ഇടത്തുണ്ട്. ആസ്റ്റർ മിംസിലേക്ക് എല്ലാവർക്കും പോകാൻ പറ്റുമോ? അതുപോലെയുള്ള ആശുപത്രികളിലേക്ക്, രാജഗിരിയിലേക്ക് എല്ലാവർക്കും പോകാൻ പറ്റുമോ? ആളുകൾക്ക് പോകണമെങ്കിൽ സർക്കാർ ആശുപത്രികളിലേക്ക് പോകണം. ഇന്ന് പോയാൽ നിങ്ങളൊരു ആക്സിഡന്റിൽ പെട്ട് കയ്യും കാലും പൊട്ടി നിങ്ങൾക്ക് ഗുരുതരമായ അസുഖം വന്ന് ഒരു കാർഡിയൻ നെഞ്ചിന് വേദനയുണ്ടായി നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റെന്റ് ഇടാൻ പുറത്തേക്ക് എഴുതുകയാണ്. പൊട്ടിയതായ കാലിനും കൈക്കും ഒരു സ്റ്റീൽ റോഡ് ഇടാൻ ആ റോഡ് പുറത്തേക്ക് എഴുതുകയാണ്. അടിയന്തര മെഡിസിൻസ് പുറത്തേക്ക് എഴുതുകയാണ്. എന്താ കാരണം? 1250 കോടി രൂപയാണ് കേരളത്തിൽ മെഡിക്കൽ സയൻസ് കോർപ്പറേഷന്റെ ഭാഗമായി കരാറെടുത്ത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് TA മുജീബ് അധ്യക്ഷത വഹിച്ചു. ഈ പ്രതിഷേധം ഗ്രാമാന്തരങ്ങൾ താണ്ടി ഇവിടെ കടന്നു വരുമ്പോൾ നമുക്ക് നൽകിയ സ്വീകരണങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ വാർഡുകളിലൂടെയും നമ്മൾ കടന്നു വരുമ്പോൾ എന്തെല്ലാം വികസനമാണ് ഈ കരുമാലൂർ പഞ്ചായത്തിന്റെ വാർഡുകളിൽ നടന്നിരിക്കുന്നത് എന്നെല്ലാം നമുക്കറിയാം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വികസനം റോഡുകൾ കുഴിയാക്കിയിട്ടിരിക്കുന്നു. അത് പ്രത്യേക വികസനമാണ്. പി രാജീവിന്റെ മണ്ഡലത്തിൽ നമുക്കറിയാം ഈ കഴിഞ്ഞ KPCC ജനറൽ സെക്രട്ടറിമാരായ BA അബ്ദുൽ മുത്തലിബ്, MR അഭിലാഷ്, KSU സംസ്ഥാന സെക്രട്ടറി മുബാസ് ഓടക്കാലി, DCC ജനറൽ സെക്രട്ടറി KV പോൾ, ബ്ലോക്ക് പ്രസിഡന്റ് KR നന്ദകുമാർ, കാർഷിക ഗ്രാമവികസന ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം TA നവാസ്, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി VA അബ്ദുൽ ഗഫൂർ, UDF നിയോജക മണ്ഡലം ചെയർമാൻ ഫ്രാൻസിസ് തറയിൽ, അഡ്വക്കേറ്റ് അനൂപ് നായർ, KSU ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാൽ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് AM അലി, ബാബു മാത്യു, മാഞ്ഞാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PA സക്കീർ, ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് EM അബ്ദുൽ സലാം, ബ്ലോക്ക് ഭാരവാഹികളായ VP അനിൽകുമാർ, MA സുധീർ, ബീന ബാബു, റഷീദ് കൊടിയൻ, KS പൗലോസ്, ഗർവാസിസ് മാനാടൻ, സുനിൽ തിരുവാലൂർ, ഫ്രാൻസിസ് പഞ്ഞിക്കാരൻ, എബി മാഞ്ഞുരാൻ, KM ലൈജു, VM സെബാസ്റ്റ്യൻ, ബിന്ദു ഗോപി, സൈഫുന്നിസ റഷീദ്, ലിസി ജോസ്, അനിൽ PS, VB ജബാർ, സൂസൻ വർഗീസ്, AM അബ്ദുൽ ഫത്താഹ്, ലിയാഖത്ത്, അലി മൂപ്പൻ, ലിൻഡോ അഗസ്റ്റിൻ, GU ജബാർ, റോജൻ ദേവസി, അനിൽ R, AB അബ്ദുൽ ഖാദർ, ബിനു അബ്ദുൽ കരീം, സിയാവുദ്ദീൻ, TH അനസ്, രജിത മനോജ്, സാറ റഹീം, വിജി ജോളി തുടങ്ങിയവർ സംസാരിച്ചു. ശതമാന വർധനവ് വരെ തടയാൻ നേതൃത്വം കൊടുത്ത ഭരണകൂടമാണ് കഴിഞ്ഞ 9.5 കൊല്ലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഭരണകൂടം. സമഗ്ര തലത്തിൽ അത് പഞ്ചായത്തുകളുടെ വികസന മുരടിപ്പിനെ എല്ലാ തലത്തിലും ബാധിച്ചു എന്നുള്ളത് മാത്രമല്ല, ഗ്രാമപഞ്ചായത്തുകളുടെ ഗ്രാമസഭകളുടെ കൈകളിലുണ്ടായിരുന്ന വിവിധങ്ങളായ അവകാശങ്ങൾ ഒരു മദ്യഷാപ്പ് ഒരു ഗ്രാമത്തിൽ വരുമ്പോ അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാനുള്ള അധികാരം ഇതുവരെ ഗ്രാമപഞ്ചായത്തുകൾക്കായിരുന്നു. ശ്രീ പിണറായി വിജയന്റെ ഭരണകൂടമാണ് ആ പഞ്ചായത്തിന്റെ ഭരണാധികാരം നേരെ എടുത്ത്. ന്യൂസ് ബ്യൂറോ, പറവൂർ.